തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. 30-കാരിയായ ആതിരയാണ് രാവിലെ 11:30 വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. രാവിലെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടതെന്നാണ് വിവരം. ഇൻസ്റ്റഗ്രാം വഴി ആതിര പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. അതും പട്ടാപ്പകൽ ഒരു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന സംഭവം. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൺസുഹൃത്താണ് കൊലയാളി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ ഷംന? 11:30 ഈ യുവതിയെ, ആതിര എന്ന 30 വയസ്സുള്ള യുവതിയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. കുത്തേറ്റ നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തിയത്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളോ അതിലേക്ക് എത്തിപ്പെടുന്ന തെളിവുകളോ ഒന്നും ലഭ്യമായിട്ടില്ല. ഈ യുവതിയുടെ ഭർത്താവ് അമ്പലത്തിൽ പൂജാരിയാണ്. രാവിലെ 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഇയാൾ തിരികെ എത്തിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ യുവതിയുടെ മകൻ 8:30 സ്കൂളിൽ പോയിരുന്നു. ഈ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് വരെ യുവതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൊലപാതകം നടന്നിട്ടുണ്ടാവുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ കഠിനംകുളത്തുണ്ടായിരിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് എറണാകുളം സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ 2 ദിവസം മുൻപ് ഇവിടെ എത്തിയിരുന്നു, കഠിനംകുളത്ത് എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഈ ബന്ധം തന്നെ ആയിരിക്കാം ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ നിഗമനം. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഈ പ്രതി, അതായത് കൊലയാളി എന്ന് സംശയിക്കപ്പെടുന്ന പ്രതി യുവതിയുടെ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞു എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അക്രമി, കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ കഴിയില്ലേ? പോലീസ് എത്രത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്? ഈ പ്രതിയെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ടോം, ഇപ്പോഴും പ്രതിയിലേക്ക് കൃത്യമായി എത്തിപ്പെടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം ഈ പ്രതിയെ നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ ഈ കൃത്യത്തിന് ഒരു സാക്ഷികളോ ഒന്നും നിലവിൽ ഇല്ല. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഈ വീട് ക്ഷേത്ര ഭാരവാഹികൾ നിർമ്മിച്ച് കൊടുത്ത വീടായിരുന്നു. ക്ഷേത്ര പൂജാരിക്ക് ക്ഷേത്ര കമ്മിറ്റി നൽകിയ വീടായിരുന്നു. ഇവിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിക്കുന്നത്. ഈ വീട് ചുറ്റും മതിലുകൊണ്ട് ചുറ്റപ്പെട്ട് ഗേറ്റെല്ലാം ക്ലോസ് ചെയ്ത നിലയിലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകി മതിൽ ചാടിയായിരിക്കാം അകത്തോട്ട് പ്രവേശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. പിന്നീട് 8:30 ശേഷമാണ് ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. കാരണം 8:30 വരെ ഈ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് വരെ ഈ യുവതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ പൂജാരി രാവിലെ 5:30 അമ്പലത്തിൽ പോയതാണ്. അതിനുശേഷം 11:30 വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് ഈ കുറ്റകൃത്യം, ഈ ക്രൂര കൊലപാതകം നടന്നതായി കാണുന്നത്, യുവതിയെ മരിച്ച നിലയിൽ കാണുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനി അന്വേഷണങ്ങൾ, തൊട്ടടുത്ത് CCTV ഉണ്ടായിരുന്നോ, അതിലൊക്കെ പ്രതിയുടെ ദൃശ്യങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് 2 ദിവസം മുൻപ് ഇവിടെ എത്തിയതായി സൂചനയുണ്ട്. അതുതന്നെയാണ് ഇയാളായിരിക്കാം പ്രതി എന്നതിലേക്ക് ആദ്യഘട്ടത്തിൽ നിഗമനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഷംന, ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊച്ചി സ്വദേശി, എറണാകുളം സ്വദേശിയാണ് കൊലയാളി എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. 2 ദിവസം മുൻപ് ഇയാൾ ആ വീട്ടിൽ വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഈ യുവതിയുടെ ഭർത്താവിന് അറിവുണ്ടായിരുന്നോ? ഇതിനു മുൻപ് ഈ യുവതിക്ക് നേരെ ഇത്തരം ഭീഷണികളോ മറ്റോ ഉണ്ടായിട്ടുള്ളതാണോ? അങ്ങനെയെങ്കിലും ഒരു പ്രണയപ്രതികാരം ആണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണോ സംശയിക്കേണ്ടത്? ടോം, അത് സംബന്ധിച്ചൊന്നും വ്യക്തത വരാറായിട്ടില്ല. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, അത് ഈ ഭർത്താവിന് അറിയുമായിരുന്നോ എന്നത് സംബന്ധിച്ചൊന്നും നമുക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു. ഇയാൾ 2 ദിവസം മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ യുവതിയുടെ സ്കൂട്ടർ എടുത്തതിന് ശേഷം തന്നെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. യുവതിയുടെ സ്കൂട്ടറുമായാണ് ഇയാൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നിലവിൽ
നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവുമായി യുവതി പ്രണയത്തിലാവുകയും പിന്നീട് അത് ഈ ഭർത്താവ് അറിഞ്ഞ് എതിർക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ടോം. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഠിനംകുളത്താണ് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊച്ചി സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ്